വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 2024-25 അധ്യയന വർഷത്തേക്കുള്ള വിവിധ PG അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറുള്ള വിവിധ PG കോഴ്സിലോട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ PG കോഴ്സുകളാണ്. അപ്പോൾ ഇതിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ഡിഗ്രി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 30/4/2024 വരെ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കോഴ്സിലോട്ട് അഡ്മിഷന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് വിവിധ കോഴ്സുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് MSc മൈക്രോബയോളജി, ബയോടെക്നോളജി, അതേപോലെ തന്നെ MA ആന്ത്രോപോളജി, MA ഇംഗ്ലീഷ്, LLM, MA എക്കണോമിക്സ്, MCA, MSc, MBA, മാസ്റ്റർ ഓഫ് ലൈബ്രറി, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിവിധ കോഴ്സുകൾ, MSc മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള വിവിധ PG കോഴ്സുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള കോഴ്സിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി ഫൈനൽ സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 30/4/2024 വരെ സമയമുണ്ട്. admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മറ്റു പ്രധാനപ്പെട്ട UG അതായത് ഡിഗ്രി കോഴ്സുകൾ, അതായത് വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള PG കോഴ്സിലോട്ടുള്ള അപേക്ഷ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും തൊട്ടടുത്ത മാസം വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ട്സ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള B.Ed പ്രോഗ്രാമിൻ്റെയും പ്രോസ്പെക്ട്സ് അടുത്ത മാസം മെയ് മാസത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് B.Ed പ്രോഗ്രാമും PG ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും കണ്ണൂർ യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങൾ വരെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തിയത്. അതായത് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ B.Ed കോഴ്സാണെങ്കിൽ B.Ed കോഴ്സിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്ത് കോമൺ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. ആ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലെയും അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്ന പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എല്ലാ കോളേജിലും അവരുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അത് തൊട്ടടുത്ത ദിവസം ഓരോ കോളേജിൻ്റെയും ഇൻ്റർവ്യൂ സമയത്ത് സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിഗ്രി ആയാലും PG ആയാലും B.Ed ആയാലും മറ്റു വിവിധ കോഴ്സുകളായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും പരമാവധി ഓരോ സ്റ്റേജിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായി വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഈ വർഷവും കരിയർ വെയിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.